ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം തന്നെ +1 SSLC +2 വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ പല വിദ്യാർത്ഥികളും കമന്റ് വഴിയും പോൾ വഴിയും അറിയിച്ചൊരു കാര്യമാണ്, സർ എക്സാം ടഫ് ആയിരുന്നു, എക്സാം ഈസി ആയിരുന്നില്ല, ഇനി അങ്ങോട്ടുള്ള ഒരു പരീക്ഷയ്ക്കും നിങ്ങൾ ഈ വാചകം പറയാൻ പാടില്ല, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? കാരണം എക്സാം ഈസി ആകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇപ്പം തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടാവും എക്സാം ഈസി ആകാൻ പഠിക്കണം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം. അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും മോഡൽ എക്സാമിനും വരെ അറ്റ്ലീസ്റ്റ് C+ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും അവസാന പരീക്ഷയ്ക്ക് A+ തന്നെ കിട്ടണമെന്ന ഭാഷയോടുകൂടി പഠിക്കാനും അതിലേക്ക് ക്രാക്ക് ചെയ്യാനും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെയുള്ളവർക്ക് താൻ പ്രതീക്ഷിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതൽ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പരീക്ഷ ഈസി തന്നെയാണ്, എളുപ്പം തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് സെൻസിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളെ എങ്ങനെ സമീപിക്കാം എന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് അളക്കലല്ല, പരീക്ഷ ആവശ്യപ്പെടുന്നത് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കലാണ്. അത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എളുപ്പമാണ് എന്ന് തോന്നണമെങ്കിൽ സമയം തികയണം എന്നുള്ളതാണ്. സമയം തികയണം എന്നുള്ളതെങ്കിൽ നിങ്ങൾ മാർക്ക് അനുസരിച്ച് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ സയൻസിനൊക്കെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഈ മാത്സിനൊക്കെ ആണെങ്കിൽ വാരി വലിച്ചൊന്നും എഴുതേണ്ട. ആ സ്റ്റെപ്സ് ഇപ്പോൾ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതും, ഇക്വേഷൻ, ബാക്കി സ്റ്റെപ്സ്, ഫൈനൽ സൊല്യൂഷൻ. ഒരു ഡെറിവേഷൻ ആണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ. മലയാളത്തിനാണെങ്കിൽ ഒരു ഇൻട്രഡക്ഷൻ, ദെൻ അതിനൊരു പാർട്ട്, കോർ പാർട്ട്, അതിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ട്. ഈ രീതിയിൽ കൃത്യമായിട്ട് സമയം വിനിയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരുന്നു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ എന്നൊരു ധാരണ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സമയം തികയുക എന്നുള്ളത് ഒരു കാര്യം. സമയം തികഞ്ഞില്ലെങ്കിൽ പോലും കിട്ടുന്ന സമയത്ത് ആ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെങ്കിലും എഴുതാനുള്ള ഒരു കപ്പാസിറ്റി. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 20%, 30% ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഞാൻ പറയുന്നത് വളരെ ടഫാക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഒരു 20%, 10% എബോ ആവറേജ് വിദ്യാർത്ഥികളെ വെച്ച് എയിം ചെയ്ത് ഇടുന്ന ഒരു കോംപ്ലക്സ് ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയിലും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൽ തന്നെ A പാർട്ട്, B പാർട്ട്, C പാർട്ട് ഉണ്ടാവും. ഓരോ പാർട്ടിനും സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാവും. അതിൽ A പാർട്ടൊക്കെ ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് പോലും, ഒരുവിധം ബേസിക്സ് അറിയാവുന്ന വിദ്യാർത്ഥിക്ക് പോലും ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, സമയം തികഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. 2, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതായിരിക്കും. മൂന്നാമത്തേത്, നിങ്ങൾ പഠിച്ചു കൊണ്ടുപോകുന്ന കാര്യം കൃത്യമായിട്ട് പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കപ്പാസിറ്റി ഇത്രയാണ്, ഈ ഒരു പോർഷൻ നന്നായിട്ട് എനിക്കറിയാം, ഈ പോർഷനിൽ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ അറിയാവുന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ ടഫ് തന്നെയാണ്, അല്ലേ? നിങ്ങളുടെ അന്നത്തെ ദിവസം പോയി, കാരണം മൈൻഡ് സെറ്റ് ആകെ പോയി. അപ്പോൾ ആ ഒരു അവസ്ഥ വരുത്തരുത്. അപ്പോൾ 2 കാരണമാണ്. ഒന്ന്, നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത് മറന്നു പോകാനുള്ളൊരവസ്ഥ. 2, നിങ്ങൾ ഇക്വേഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ തെറ്റായിട്ട് എഴുതാനുള്ളൊരവസ്ഥ. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത്, കൂൾ ഓഫ് ടൈമിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത് ഇന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഇവിടെ ഞാൻ ഈ ഇക്വേഷനാണ് പ്രയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇക്വേഷൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുകയും അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് നോട്ടിഫൈ ചെയ്തതെന്ന് എഴുതി കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് താരതമ്യേന നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മ വരും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സബ്ജക്റ്റിലേക്കും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണെന്നും ആ ചാപ്റ്ററിൽ താൻ പഠിച്ചതിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതുക, നല്ല അക്ഷരത്തിൽ എഴുതുക, അടുക്കും ചിട്ടയോട് കൂടി എഴുതുക, കൃത്യമായിട്ടുള്ള സ്പേസിംഗ് ഇട്ട് എഴുതുക, അറിയാവുന്നത് ആദ്യം എഴുതുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അതിൽ തന്നെ നിൽക്കും. ഓക്കെ, പരീക്ഷ ടഫാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തു എന്നൊരു വിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവസാനം ഉണ്ടാകുക. സോ അതുണ്ടായാലും നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും എക്സാം ഗൈഡൻസോ ടിപ്സോ ട്രിക്സോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും സഹായത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.